ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ തമ്പനയിലിൽ കണ്ട അതേ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് എൻ്റെ വീഡിയോസിൽ വന്ന ഒരു കമന്റ് ആണ് ഈ ഒരു വീഡിയോസ് ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നത്. ആ കമന്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളുടെ നമ്പർ ഇടുന്നില്ലേ, മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നത് യൂട്യൂബ് പോളിസിക്കെതിരല്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്കും തോന്നി, അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തു. പക്ഷെ എനിക്കും തോന്നി ഓക്കെ നല്ലൊരു വിഷയമാണ്, ഈ വിഷയത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ആരും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണല്ലോ. അപ്പൊ എന്താണ് ഈ റൂൾസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ റൂൾസ് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി ഈ റൂൾസിനെ പറയുന്നത് PII എന്നാണ് പറയുന്നത്, അതായത് പേഴ്സണലി ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻ. ഇതിൽ തന്നെയാണ് ടോക്സിങ് എന്ന് പറയുന്ന എന്താണ് ടോക്സിങ്, എന്താണ് ഈ PII എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ ഫോട്ടോയാകാം, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ആകാം, തിരിച്ചറിയൽ കാർഡുകളാകാം, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറുകളാകാം. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ടോക്സിങ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടും എന്നാണ് പറയുന്നത്. എന്താണ് ഇനി ടോക്സിങ് എന്ന് നോക്കാം. മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ നമ്മൾ അവരുടെ വീഡിയോസ്, ഫോട്ടോ ആയാലും അവരുടെ നമ്പറുകളായാലും ഒക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ പരസ്യപ്പെടുത്തുന്നതിനെയാണ് ടോക്സിങ് എന്ന്, അവരെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ വഞ്ചനാപരമായ കുറ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പേഴ്സണൽ ഇൻഫർമേഷൻ പോളിസി എന്നും പ്രൈവസി ഇൻഫർമേഷൻ പോളിസി എന്നും ഉണ്ട്. ഇവിടെ ഈ പ്രൈവസി ഇൻഫർമേഷൻ പോളിസിക്കാണ് യൂട്യൂബ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മറ്റൊരാളുടെ നമ്പർ നമ്മുടെ വീഡിയോസിൽ ഉപയോഗിക്കുന്നത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ് എങ്കിൽ നമ്മുടെ പേഴ്സണൽ നമ്പർ നമുക്ക് യൂട്യൂബിൽ കൊടുക്കുന്നതോ അതും യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. എന്നാൽ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന നമ്പർ അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണോ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് പോളിസിക്ക് എതിരല്ല. പക്ഷെ അങ്ങനെ ഇടാൻ പാടുണ്ടെന്നും ഇടാൻ പാടില്ല എന്നും യൂട്യൂബ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഫോൺ നമ്പർ ഉപയോഗിച്ചത് കൊണ്ട് ഉദാഹരണമായി പല ടെക്കുകാരും വീഡിയോസിൽ നമ്പർ ഇടുന്നുണ്ട്. അത്തരം നമ്പർ ഇട്ടത് കൊണ്ട് അവരുടെ ചാനൽ പോയി എന്ന് പറഞ്ഞ് യൂട്യൂബ് പോളിസിക്ക് എതിര് ചെയ്തു എന്നൊന്നും പറഞ്ഞ് ഇതുവരേക്കും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ നമ്പർ ഇടുന്നത് നമ്പർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് യൂട്യൂബ് പറയുന്നത്. പക്ഷെ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കോൺടാക്ട് നമ്പറുകൾ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നും. ആക്ച്വലി ഇതിന്റെ ശരിയായ രീതി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇമെയിൽ ID കൊടുക്കാം, കറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം, അത്തരത്തിലൊക്കെയാണ്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള ഈ ടെക്കുകാരൊക്കെ ഇത്തരത്തിൽ ഇമെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ സ്വന്തമായിട്ട് ഇമെയിൽ ID അയക്കാൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഇമെയിൽ ത്രൂ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങളുടെ നമ്പറൊക്കെ മേടിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ അറിയുമെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന ഈ ഒരു ഈ ചാനൽ ചെക്കിംഗ് പോലെയുള്ള വർക്കുകളൊക്കെ ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം അതുപോലും അറിയാത്ത ആളുകളൊക്കെയാണ് നമ്മൾക്ക് വിളിച്ച് വർക്ക് തരുന്നത്. സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വളരെ തുച്ഛമായ എമൗണ്ട് ഒന്നുമില്ല ഈ യൂട്യൂബ് ഞാനടക്കമുള്ള ടെക്കുകാരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വർക്കുകളിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ. മറ്റൊരു കാര്യം എന്തെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ നിരവധി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ലേഡീസും ഒക്കെ ആളുകളൊക്കെ ഉണ്ട്. ഇവരുടെ പലരുടെയും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. എങ്കിൽ പോലും ഇത്തരം ചാനലുകളിൽ നിന്നുകൊണ്ട് അവര് യൂട്യൂബിൽ വീഡിയോസ് ഇടുകയും അവരുടെ നമ്പർ കൊടുക്കുകയും പല ക്ലോത്ത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ 2000-3000 പേര് കണ്ടാൽ പോലും, അല്ലെങ്കിൽ മെയിൻ വീഡിയോസ് ഇട്ട് 1000 പേര് കണ്ടാൽ പോലും അതിൽ നിന്ന് 10-15 വിളികൾ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. അവരുടെ ബിസിനസ് നടക്കുന്നത് യൂട്യൂബ് വരുമാനത്തിലൂടെയല്ല, ഈ നമ്പറിലൂടെയാണ്. അപ്പൊ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ബിസിനസ് ആവശ്യങ്ങൾ എന്നുള്ളത് യൂട്യൂബിന് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം യൂട്യൂബ് ഈ ഒരു പോളിസിക്ക് എതിരാണെന്ന് പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്പർ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല, യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. എങ്കിൽ പേഴ്സണൽ നമ്പർ അവനവന്റെ റിസ്കിൽ കൊടുക്കുന്നത് നോ പ്രോബ്ലം. യൂട്യൂബ് ഇതിന്റെ പോളിസിക്ക് എതിരെന്നൊക്കെ പറയുന്നത് ഒരാളുടെ മൊബൈൽ നമ്പർ പരസ്യം ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. കാരണം നിരന്തരമായിട്ടുള്ള വിളികളും നിരന്തരമായിട്ട് കോളുകളും പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ് യൂട്യൂബ് നോക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് പേഴ്സണലി എൻ്റെ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വകാര്യതയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇത് എൻ്റെ ബിസിനസ് നമ്പർ ആണ് എന്നുള്ള പൂർണ്ണ ഉറപ്പിൽ കൊടുക്കുന്ന നമ്പർ. അതായത് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നത് ഇതുപോലെയാണ്.
ഇങ്ങനെ ഞാൻ കൊടുക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ എല്ലാ യൂട്യൂബ് ഓൾ സർവീസസ് അവൈലബിൾ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സർവീസ് നമ്പർ ആണെന്നും യൂട്യൂബിന് അത് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഒരുവിധം ടെക്കുകാരൊക്കെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് പോലും. അതുകൊണ്ടൊക്കെ തന്നെയാണ് യൂട്യൂബ് ഈ ഒരു കാര്യത്തിൽ വലിയൊരു അഴവില്ലാത്തത്. അപ്പോൾ ഇത് ഈ ഒരു വിഷയത്തിൽ സങ്കീർണമാണ് കാര്യം. എന്താണ് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ യഥാർത്ഥ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇമെയിൽ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ ഗൂഗിൾ വരെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇമെയിൽ ID കൊടുക്കാം, നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്കുകൾ കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയും അതിലൂടെ നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ എഴുതി വെക്കാം, ലിങ്കുകൾ ചേർത്ത് വെക്കാം എന്നൊക്കെയാണ്. യൂട്യൂബ് ഒരിക്കലും നിങ്ങളുടെ നമ്പർ ചേർക്കൂ എന്ന് പറയുന്നില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് യൂട്യൂബുമായി ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, ഓക്കെ എങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്ലൈഡായിട്ട് നമ്പർ കൊടുക്കുമ്പോൾ അപ്പോൾ അവർ അത് ബിസിനസ് നമ്പർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബിസിനസ് നമ്പർ ആണെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമില്ലാതെ നിങ്ങളുടെ ഓൺ പേഴ്സണൽ നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ കൊടുക്കാം എന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അവിടെയും ഒരു കൊടുക്കാം വേണമെങ്കിൽ എന്നാണ് പറയുന്നത്, കൊടുക്കാം എന്നുള്ള. അപ്പൊ ഈ ഒരു റൂൾസിന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഞാനും വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും ബിസിനസ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ കൊടുത്തോളൂ എന്നാണ് എൻ്റെ ഓൺ അഭിപ്രായം. കാരണം ഈ ഒരു ഇതിലൂടെ കിട്ടുന്ന ബിസിനസ്സും ലാഭങ്ങളും പ്രോഫിറ്റും മാത്രമായിരിക്കും നമ്മുടെ യൂട്യൂബിനെ നയിച്ചു പോകുന്നത്. പല യൂട്യൂബ് ചാനലുകളെയും എസ്പെഷ്യലി ടെക് ബിസിനസ് പരമായിട്ടുള്ള ഒക്കെ അവരുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം മാത്രമല്ല, അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് കിട്ടുന്ന ചാനൽ ചെക്കിങ്, ചാനൽ സെറ്റിങ്സ്, മോണിറ്റൈസേഷൻ വർക്കുകൾ, ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ കണ്ട് നിങ്ങൾ വിളിക്കണം, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഓൺ നമ്പർ കൊടുക്കുന്നത് പ്രൈവസി പോളിസിയിൽ പെടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് തന്നെയാണ് പറയുക. നേരെ മറിച്ച് അതൊരു പേഴ്സണൽ ഇൻഫർമേഷൻ പോളിസിയാണ്. കാരണം എൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ ബിസിനസ് നമ്പറാണ്, എൻ്റെ പേഴ്സണൽ നമ്പർ അല്ല. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കുന്നത്. ഒരു പേഴ്സണൽ നമ്പറായി അത് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആർക്കും അങ്ങനെ ഒരു പ്രോബ്ലം വരാത്തത്. ഓക്കെ, ഈ വീഡിയോസ് മുഴുവൻ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. പല സ്ഥലത്തും ഞാൻ പറയാതെ പറഞ്ഞു നിങ്ങൾ നമ്പർ കൊടുത്തോളൂ, പല സ്ഥലത്തും ഞാൻ നമ്പർ കൊടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിസിനസ് നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചാണ് നിങ്ങൾ ഒരു നമ്പറും യൂട്യൂബിൽ കൊടുക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ എക്സ്പെഷ്യലി യൂട്യൂബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ മറ്റൊരാളുടെ നമ്പർ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. യൂട്യൂബിൽ ഒരാളുടെ പേഴ്സണൽ നമ്പർ ഉപയോഗിക്കുക എന്നുള്ളത് യൂട്യൂബ് വിലക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ വിവരങ്ങളും മറ്റൊരാളുടെ ഫോട്ടോ മറ്റൊരാളുടെ കാര്യങ്ങൾ ഒക്കെ യൂട്യൂബ് വിലക്കിയതാണ്. അവിടെയാണ് ഞാൻ ഈ പറയുന്ന ടോക്സിങ് എന്ന് പറയുന്ന വിഷയം കിടക്കുന്നത്. ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നമ്മുടെ പേഴ്സണൽ നമ്പർ നമുക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് അവിടെയും യൂട്യൂബ് പറയുന്നത് പേഴ്സണൽ നമ്പറും കൊടുക്കാൻ പാടില്ല. പക്ഷേ ബിസിനസ് നമ്പർ, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയുള്ള നമ്പർ കൊടുത്തവർക്കാർക്കും ഇതുവരേക്കും പണി കിട്ടാത്തതിന്റെ കാര്യത്തിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.